അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള അടിപൊളി ചിക്കൻ മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുറച്ച് മന്തി റൈസും കുറച്ച് മയോണൈസും ഷത്തയും പിന്നെ ചെറിയ ചിക്കൻ്റെ പീസും എടുത്ത് ഇതുപോലെ ഒന്ന് കുഴച്ച് വായിലിടുമ്പോൾ ശരിക്കും വേറെ തന്നെ ഫീലാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ആദ്യം തന്നെ ഞാനിവിടെ ഗോൾഡൻ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഇനി ഒരു പാത്രം ചൂടാക്കി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് ബേ ലീവ്സ്, കറുവാപ്പട്ട, ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ കൊത്തമല്ലിയും കൂടി ആഡ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 8 പച്ചമുളകും കൂടി ആഡ് ചെയ്യുക. ഇനി ഒരു മീഡിയം സൈസ് ഉള്ളിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റണം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. പിന്നെ ചിക്കൻ സ്റ്റോക്കാണ് ആഡ് ചെയ്യുന്നത്. ഇത് മാഗിൻ്റെ ചിക്കൻ ക്യൂബ്സ് ആണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുക. ചിക്കൻ ക്യൂബ്സിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. പിന്നെ 2 തക്കാളി ഇതുപോലെ ജ്യൂസിൽ അരച്ചെടുത്തതാണ്, അതും കൂടി ആഡ് ചെയ്യുക. ഇനി നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്കിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ. ചിക്കൻ വെന്ത് കഴിയുമ്പോൾ കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ടും നല്ല കളറിന് വേണ്ടിയിട്ടും കുറച്ച് കാശ്മീരി ചില്ലിയും ചെറുനാരങ്ങ നീരും വെള്ളവും കൂടി ചേർത്ത് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ആ വേവിച്ച് വെച്ച ചിക്കൻ ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കണം. ഓൾറെഡി വെന്ത ചിക്കനാണ്, അപ്പോൾ ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നേരത്തെ ചിക്കൻ വേവിച്ച മസാലയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. എന്നിട്ട് നേരത്തെ തന്നെ നമ്മൾ കഴുകി കുതിർത്ത് വെച്ച അരി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഉണങ്ങിയ നാരങ്ങയും കൂടി ആഡ് ചെയ്യണം. ഇത് അടച്ചു വെച്ച് വേണം വേവിക്കാൻ. നല്ലോണം തിള വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കണം. ചോറ് റെഡിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം. മന്തി സ്മോക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു കരി ചൂടാക്കി ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേഗം തന്നെ പാത്രം അടച്ചു വെക്കണം. പുകയൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിൽ വേണം അടച്ചു വെക്കാൻ. ഇതുപോലെ എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ ടിഷ്യൂ ഒക്കെ വെച്ച് അടച്ചു കൊടുക്കണം. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിഡിലൻ ടേസ്റ്റാണ്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് മന്തി ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക. ഇനി ഞാനിവിടെ മയോണൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 2 മുട്ടയും 5-6 വെളുത്തുള്ളിയും ഏറ്റവും ചെറിയ ജ്യൂസിൻ്റെ ജാറിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 2 മുട്ടയ്ക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ആവശ്യം വരിക. 240 മില്ലിൻ്റെ കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ കുറേശ്ശേ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ, ഒന്നിച്ച് ഒഴിക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ മയോണൈസും റെഡി ആയിട്ടുണ്ട്. ഇനി മന്തിക്ക് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്നീൻ്റെ റെസിപ്പിയാണ്. ഷത്ത എന്നാണ് ഇതിന് പറയാം. 2 തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ഒരു ജ്യൂസിൻ്റെ ജാറിലേക്ക് ഇടുക. 5-6 വെളുത്തുള്ളിയും 2 പച്ചമുളകും ആഡ് ചെയ്യുക. ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ജ്യൂസ് ചെയ്യുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിന് നല്ല കളറൊക്കെ വരുള്ളൂ. അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ മന്തിയും ഷത്തയും മയോണൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.